ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. കഴിഞ്ഞ 4 വർഷങ്ങളിലായി കേട്ടറ്റ്, സെറ്റ്, HSA, HSST, LP, UP അതുപോലെ തന്നെ PSC കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് മികച്ച റാങ്കും നേടിക്കൊണ്ട് ടൂസ് അക്കാഡമി പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സെഷനുമായിട്ടാണ് ടൂസ് അക്കാഡമി വരുന്നത്. UGC നെറ്റ് കൊമേഴ്സ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഇന്നത്തെ പ്രധാന കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏവരും തന്നെ വരാനിരിക്കുന്ന ഡിസംബർ UGC നെറ്റ് എക്സാമിന് ഫേസ് ചെയ്യാനിരിക്കുകയാണ് അല്ലേ? അപ്പം ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രമിക്കുക. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ തവണ നടന്ന നെറ്റ് എക്സാം, അതായത് നെറ്റ് കൊമേഴ്സ് എക്സാമിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തവണ, അതായത് ഇനി വരാൻ പോകുന്ന എക്സാം വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ തീവ്രമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിച്ചു പോവുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഓപ്ഷൻസും പഠിച്ചു വെക്കുക. അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് പ്രധാനമായിട്ടും 4 ഓപ്ഷൻസ് ഉണ്ടാകുമല്ലോ. ആൻസർ കൂടാതെയുള്ള ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. UGC നെറ്റ് കൊമേഴ്സ് എക്സാമിൻ്റെ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. നമുക്ക് മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 മാസ കാലയളവാണ്. ഈ 3 മാസം കൊണ്ട് തന്നെ ഈ 10 യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ ഈ കാലയളവിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ റിവിഷനും കണ്ടക്ട് ചെയ്ത് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് ഡിസംബർ UGC നെറ്റ് കൊമേഴ്സ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് 80-20 റൂള് അഥവാ പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു 20% എഫർട്ട് മതി നിങ്ങളുടെ മൊത്തം വിജയത്തിൻ്റെ 80% കരസ്ഥമാക്കാൻ. അപ്പോൾ നമുക്ക് മുമ്പിൽ പരിമിതമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും വളരെ ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ടും വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്, അതായത് ഞാനും മറ്റൊരു മിസ്സും ചേർന്നുകൊണ്ട് ഇതിലെ 5 യൂണിറ്റുകൾ വീതമാണ് സ്റ്റഡി പ്ലാനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഞാൻ എടുക്കാൻ പോകുന്ന സ്റ്റഡി പ്ലാനകത്ത്, അതായത് ഇന്നത്തെ സ്റ്റഡി പ്ലാനകത്ത് എൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് 2 അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്, യൂണിറ്റ് 3 ബിസിനസ് ഫിനാൻസ്, യൂണിറ്റ് 4 ബിസിനസ് ഇക്കണോമിക്സ്, യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസ് ആൻഡ് യൂണിറ്റ് 7 ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് യൂണിറ്റ് 9 ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇത്രയും യൂണിറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ അതായത് ഈ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോടൊപ്പം തന്നെ ബാക്കി യൂണിറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് മറ്റൊരു ടീച്ചർ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിറ്റ് 2 അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ നിന്നും ഏകദേശം നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിലെ എല്ലാ പോയിന്റ്സിൽ നിന്നും, അതായത് എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡഡ് ആണ് ക്വസ്റ്റ്യനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അഡ്വാൻസ് ആയിട്ട്, അതായത് ഇന്നോവേറ്റീവ് അക്കൗണ്ടിങ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഇൻഫ്ലേഷൻ, എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? അപ്പം അക്കൗണ്ടിങ്ങിന് തന്നെ പ്രധാനമായിട്ടും ആദ്യമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുകൾ. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ പാർട്ട്ണറിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഡിസൊല്യൂഷനും ഇൻസോൾവൻസിയെ കുറിച്ചിട്ടും, അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ ആൻഡ് ഇൻസോൾവൻസിയെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഷെയർ ഇഷ്യൂ, ഫോർഫീച്ചർ, ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അമാൽഗമേഷൻ, അക്വിസിഷൻ, മെർജർ, റീകൺസ്ട്രക്ഷൻ ഓഫ് കമ്പനീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സും ഉൾപ്പെടുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും ഈ പോർഷൻസ് എല്ലാം തന്നെ എക്സാമിന് ചോദിക്കുന്നതാണ്. ലൈക്ക് മാർജിനൽ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ, അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, കൈസൻ കോസ്റ്റിംഗ്, അതുപോലെ ടാർഗറ്റ് കോസ്റ്റിംഗ്, ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആയിട്ടുള്ള റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ, റീസെന്റ് ആയിട്ടുള്ള എലിമിനേറ്റ് ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സിലബസിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആണല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ പോർഷനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ്, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, അതിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് ഈ റേഷ്യോ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ. ഇനി അക്കൗണ്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിഗ്രി സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഓഡിറ്റിങ്ങിന്റെ ഫുൾ സിലബസ് ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. വൗച്ചിങ്, വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ട്, കോസ്റ്റ് ഓഡിറ്റ്, ഓഡിറ്റിങ്ങിനകത്ത് ഉണ്ടായിട്ടുള്ള റീസെന്റ് ട്രെൻഡ്സ്, മാനേജ്മെന്റ് ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, എൻവയോൺമെന്റൽ ഓഡിറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഒരു ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് മന്തിലെ സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്ന ഏത് യൂണിറ്റ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആര്യമിസ്, അതായത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം വീക്ക് 2 മുതലാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്കിൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ജേർണൽ എൻട്രിയും പഠിക്കാൻ ശ്രമിക്കുക. ഡേ 3 to 4 എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും, എസ്പെഷ്യലി ഈ ഹോൾഡിംഗ് കമ്പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ മെർജർ അക്വിസിഷൻ, അമാൽഗമേഷൻ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സുകൾ, അതേപോലെ മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, കൈസൻ കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. ഇനി ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിനായിട്ട് മാറ്റിവെക്കുക. അതായത് ലാസ്റ്റ് 5 to 6 days എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ആ വീക്ക് അവസാനിക്കുമ്പോൾ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ, കോർപ്പറേറ്റ്, പാർട്ട്ണർഷിപ്പ്, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മുതൽ ഓഡിറ്റിംഗ് വരെയുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിലോ ഈ ഒരു പോർഷൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എത്രത്തോളം പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു, എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് നടത്തുക. അടുത്തത് യൂണിറ്റ് 3 ആണ്, ബിസിനസ് ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം തന്നെ എക്സാമിന് വരാൻ സാധ്യതയുള്ളവയാണ്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ ഡിമാൻഡ് അനാലിസിസ്, ലൈക്ക് ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, കൺസ്യൂമർ ബിഹേവിയറിനകത്ത് ഉൾപ്പെടുന്ന യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ, തിയറി ഓഫ് കോസ്റ്റ്, ഷോർട്ട് റൺ, ലോങ് റൺ കോസ്റ്റ് കർവ്, പ്രൈസ് ഡിറ്റർമിനേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ് ലൈക്ക് പെർഫെക്റ്റ്, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി, പ്രൈസ് ലീഡർഷിപ്പ് മോഡൽസ്, monopoly price discrimination, pricing strategies like price skimming, price penetration, peak load pricing. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് ഇക്കണോമിക്സിനകത്ത് ഉൾപ്പെടുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഡിമാൻഡ് അനാലിസിസിനകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റുകൾ, അതുപോലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ഇൻഡിഫറൻസ് കർവ്, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ഫോംസ്. ഇതിൽ ഒളിഗോപ്പൊളി എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓരോ മാർക്കറ്റിന്റെ രീതികൾ പഠിക്കുമ്പോൾ, അതായത് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ആണ്, അതിൽ പെർഫെക്റ്റ്, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, അങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റുകൾ വരാറുണ്ട് അല്ലെ, മൊണോപ്പൊളിസ്റ്റിക്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, അതിൽ ഉൾപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒളിഗോപ്പൊളിയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. അപ്പോൾ അത് ഒളിഗോപ്പൊളി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോയിന്റുകൾ നിങ്ങൾ കവർ ചെയ്ത് വേണം പഠിക്കാൻ. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് മന്തിലെ
മൂന്നാമത്തെ ആഴ്ചയിലാണ് ബിസിനസ് എക്കണോമിക്സ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഡിമാൻഡ്, സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിറ്റി, കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പഠിക്കാൻ മാറ്റി വെക്കുക. സെക്കൻഡ്, അതായത് ഡേ 3 to 4 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാർക്കറ്റ് സ്ട്രക്ചർ, പ്രൊഡക്ഷൻ, അതിനകത്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി അങ്ങനെയുള്ള പോയിന്റ്സ് പഠിക്കാൻ ശ്രമിക്കുക. ഡേ 5 to 6 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബാലൻസ് വരുന്ന പോർഷൻസ്, അതിനകത്ത് ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം പഠിക്കാൻ. ആൻഡ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി വെക്കേണ്ടത് പ്രധാനമായിട്ടും റിവിഷന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4ന് ബിസിനസ് ഫിനാൻസ് ആണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു മൊഡ്യൂളാണ് ബിസിനസ് ഫിനാൻസ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഫിനാൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, അതായത് മെയിൻ പേപ്പറിനകത്ത് നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസ്. കാരണം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഒരുപാട് സ്കോറിംഗ് ടോപ്പിക്സുകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയുമാണ് ബിസിനസ് ഫിനാൻസ്. അതിൽ ആദ്യമേ തന്നെ ഉൾപ്പെടുന്ന ഒരു പോർഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, അതിൽ കൺവെൻഷനിൽ അതേപോലെ തന്നെ മോഡേൺ ടെക്നിക്സുകളും ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻസ്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള തിയറീസ്, ഗോർഡൻ മോഡൽസ്, അതേപോലെ തന്നെ വോൾട്ടർ മോഡൽ, ഇങ്ങനെയുള്ള ഡിവിഡൻഡ് തിയറീസ് പഠിച്ചു വെക്കുക. അതുപോലെ റിസ്ക് റിട്ടേൺ അനാലിസിസ്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, അതിൽ ഉൾപ്പെടുന്നവയാണ് യൂറോ കറൻസി, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, അതേപോലെ തന്നെ അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ്, ഇന്റർനാഷണൽ ആർബിട്രേജ്, മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇതിൽ റെഗുലർ ആയിട്ട് പഠിക്കേണ്ട, അതായത് റെഗുലർ ആയിട്ട് എക്സാമിന് വരുന്ന കുറേ പോർഷൻസ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, അതേപോലെ തന്നെ തിയറീസ് ഓഫ് ഡിവിഡൻഡ്. ഈ പോർഷൻസ് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഹാഫ് ഓഫ് ദ പോർഷൻ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് പകുതി മാർക്കെങ്കിലും ഈ ഒരു പോർഷനിൽ, ഏകദേശം നിങ്ങൾക്കൊരു 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ഈ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ 4ാമത്തെ ആഴ്ച, അതായത് ലാസ്റ്റ് വീക്കാണ് ബിസിനസ് ഫിനാൻസിനായിട്ട് മാറ്റി വെക്കേണ്ടത്. ആദ്യത്തെ മാസത്തെ ലാസ്റ്റ് വീക്ക്. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാറ്റി വെക്കുക. ഈ ഒരു കാലയളവിൽ തന്നെ തിയറീസ് ഓഫ് ഡിവിഡൻഡും ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. ആൻഡ് സെക്കൻഡ് ഡേ 3 to 4 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, സോഴ്സ് ഓഫ് ഫിനാൻസ് അങ്ങനെയുള്ള പോർഷൻസിനായിട്ട് മാറ്റി വെക്കുക. ആൻഡ് ലാസ്റ്റ് 5 to 6 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും, അതായത് ഫോറിൻ എക്സ്ചേഞ്ച്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസീപ്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കേണ്ടതുമാണ്. യൂണിറ്റ് 7 ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊതുവെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ ഒരു പോർഷനകത്ത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓവർവ്യൂ മുതൽ ഇൻഷുറൻസ് സെക്ടർ വരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ബാങ്കുകളുണ്ട്, RRB, ഫോറിൻ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇവയുടെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇവ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഇയർ, പ്രധാനമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പോളിസീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ വരുന്നൊരു പോയിന്റാണ് RBI. RBI നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. RBIയുടെ ഫങ്ഷൻസ്, മോണിറ്ററി പോളിസീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ബാങ്കിങ് സെക്ടർ റീഫോംസും അത്യാവശ്യം പഠിച്ചു വെക്കേണ്ട ഒരു പോർഷനാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് ഉൾപ്പെടുന്ന മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിൽ ഉൾപ്പെടുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം തന്നെ കവർ ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്. ഇതെല്ലാം തന്നെ നമുക്ക് അസഷൻ റീസൺ മോഡൽ ക്വസ്റ്റ്യൻസിനകത്ത് വരാറുണ്ട്. ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഇൻ ഇന്ത്യ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ വരേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ബാങ്കിങ് സർവീസുകൾ, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ്, ഈ പറഞ്ഞ അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് പോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ ഇൻഷുറൻസ് പോർഷൻസ് ആണ്. അതിൽ ഏതൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ്, നോൺ ലൈഫ് ഇൻഷുറൻസ്, അതിലെ ക്ലാസിഫിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, IRDA, റീ ഇൻഷുറൻസ്, ഇത്തരത്തിലുള്ള പോയിന്റ്സും പഠിച്ചു വെക്കുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാമത്തെ മാസത്തെ, അതായത് സെക്കൻഡ് മന്തിലെ 2ാമത്തെ ആഴ്ചയിലാണ്
ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പോർഷൻസ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ചിട്ടും ബാങ്കിങ് റിഫോംസിനും RBI ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. ഡേ 3 to 4 എന്ന് പറയുന്നത് ബേസിൽ നോംസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഡിജിറ്റൽ ബാങ്കിങ് ഇങ്ങനെയുള്ള പോയിന്റ്സ് കവർ ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ആൻഡ് 5 to 6 days എന്ന് പറയുന്നത്, അതായത് 5ാമത്തെ ദിവസവും 6ാമത്തെ ദിവസവും ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇൻഷുറൻസ് ബാങ്കിങ്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ആ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത്, അതായത് ഒരു സൺഡേ ആണെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ളതിനേക്കാൾ ഉപരി വളരെ ഇൻറ്റൻസീവായിട്ട് പഠിച്ചു പോവുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത യൂണിറ്റ് 9 ആണ്, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആണ്. ഇതിൽ എല്ലാം തന്നെ വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഉൾപ്പെടുന്നത്. അതായത് കോൺട്രാക്ട് ആക്ട് 1872, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അപ്പം ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് കാവി ടെംപ്റ്റർ, അതേപോലെ തന്നെ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന ടേമുകളുണ്ട്, ലാറ്റിൻ വേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ചു പോവുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, കമ്പനീസ് ആക്ട് 2013, കോമ്പറ്റീഷൻ ആക്ട് 2002, അതേപോലെ ലിമിറ്റഡ് ലയബിലിറ്റി LLP, IT ആക്ട് 2000, RT ആക്ട് 2005, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ലീഗൽ ആസ്പെക്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആക്റ്റുകളും, ആ ആക്ടിൻ്റെ നേച്ചർ, കൈൻഡ്സ്, അതിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ അറിഞ്ഞിരിക്കുക. അപ്പോൾ 2ാമത്തെ മാസത്തെ വീക്ക് 4 ആണ് ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിനായിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഡേ 1 to 2 എന്ന് പറയുന്നത് ബിസിനസ് ലോ, കോൺട്രാക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കമ്പനി ലോ ഇതിനായിട്ട് മാറ്റി വെക്കുക. ഡേ 3 to 4 എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോമ്പറ്റീഷൻ ആക്ട് തുടങ്ങിയിട്ടുള്ള പോർഷൻസിനായിട്ട് മാറ്റി വെക്കുക. ആൻഡ് ഡേ 5 to 6 എന്ന് പറയുന്നത് IPR, പ്രധാനമായിട്ടും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിട്ടുള്ള പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്റ്റുകളുമൊക്കെ പഠിക്കുന്നതിനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് റിവിഷനായിട്ട് മാറ്റി വെക്കുക. റിവിഷനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ലോ ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ടേമുകൾ ലൈക്ക് ലാറ്റിൻ ഗ്രീക്ക് വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. റെഗുലർ ആയിട്ട് വരുന്ന പോർഷൻസ് എടുത്ത് പ്രത്യേകം നോട്ട് ചെയ്തൊന്ന് പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ മന്തിലേക്ക് എത്തുമ്പോൾ 2ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ലൈക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള പോർഷൻസിനകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, ഡിവിഡൻഡ് പോളിസീസ്, അതുപോലെ തന്നെ മെർജർ അക്വിസിഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഈ പറയുന്ന ചില അഡ്വാൻസ് ടോപ്പിക്കുകൾ പഠിക്കുന്നതിനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നോട്ട് ചെയ്ത് പോകേണ്ട ഒരു പോർഷനാണ് റെഫറൻസ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു ഗൈഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കാം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഈ ഗൈഡിൽ ഉൾപ്പെടുന്ന പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുമുള്ള പോർഷൻസ് ആണ്. ഈ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അസഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുമാണ്. അതായത് അതിലെ ഈച്ച് ആൻഡ് എവരി പോയിന്റിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കപ്പെടുന്നത്. ഇപ്പോൾ അഡ്വാൻസ് അക്കൗണ്ടിങ്ങിനകത്ത് RL ഗുപ്തയുടെയും രാധാസ്വാമിയുടെയും ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിങ് എ മാനേജ്മെൻറ്റ് എംഫസൈസ് ബൈ ചാൾസ് T. ഹോങ്ക്വെൽ, ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. കാരണം എല്ലാ എക്സാമിനും, അതായത് കൊമേഴ്സിൻ്റെ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന എല്ലാ എക്സാമിനും റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് രവീന്ദർ കുമാർ ആൻഡ് വീരേന്ദർ ശർമ്മയുടെ ടെക്സ്റ്റ് നോക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് IM പാണ്ഡെയുടെ ഏറ്റവും നല്ലൊരു ടെക്സ്റ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലിപ്പ് കോർട്ടറിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ബിസിനസ് ലോയിൽ
PC തുളസിയുടെ ടെക്സ്റ്റാണ് കുറെ കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറിയിൽ നിന്നും ഈ പറഞ്ഞ ടെക്സ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഹലോ ആസ്പിരൻസ്, ഞാൻ ആര്യ, ടോസ് അക്കാഡമിയുടെ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2, അതായത് നമ്മുടെ ഫൈനൽ 3 മന്തിലായിട്ട് നമ്മൾ എങ്ങനെ ഒരു നെറ്റ് എക്സാമിനെ ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. അതായത് നമ്മുടെ അഖില മിസ് അതിന്റെ കുറെ പാർട്ട് 1 കാര്യങ്ങളിൽ നമ്മുടെ 5 മൊഡ്യൂളുകൾ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മുടെ ഓരോ മന്ത് വീക്ക് വൈസ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പാർട്ട് 2 ബാക്കി 5 മൊഡ്യൂളുകൾ എങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോ അഖില മിസ് പറഞ്ഞതുപോലെ ബാക്കി 5 മൊഡ്യൂളുകൾ ഞാനാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കുന്ന മൊഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ യൂണിറ്റ് 1 ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് 5 ആയിട്ടുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, ആൻഡ് യൂണിറ്റ് 6 ദാറ്റ് ഈസ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, and unit 8 that is marketing management, and the last one unit 10 നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. ഈ 5 മൊഡ്യൂളുകളാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഈ 5 മൊഡ്യൂളുകൾ നമുക്ക് എങ്ങനെ നമുക്ക് കവർ ചെയ്യാമെന്നുള്ള ഈ ഒരു 3 മന്ത്സിൽ നമ്മൾ 10 മൊഡ്യൂളുകൾ കവർ ചെയ്യുന്നതിൽ 5 മൊഡ്യൂളുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബാക്കി 5 മൊഡ്യൂളുകളായിട്ടുള്ള ഈ പറയുന്ന യൂണിറ്റ് 1, യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 8 തുടങ്ങിയ യൂണിറ്റുകളിലും നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. സോ നമ്മുടെ യൂണിറ്റ് 1 ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഈ ഒരു മൊഡ്യൂളില് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റും അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ്സും ഉൾപ്പെടുത്തിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് അല്ലെ. നമ്മുടെ ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റ്, അതുപോലെ എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് തന്നെ ഒരുപാടുണ്ട്. എക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് തുടങ്ങിയ ബിസിനസിന്റെ കുറെ കോൺസെപ്റ്റുകൾ, ബിസിനസിന്റെ എൻവയോൺമെന്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്ടുകളായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് തുടങ്ങിയ ആക്ടുകൾ, അതുപോലെ തന്നെ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ ബിസിനസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് നമ്മളൊരു ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനെ എഫക്ട് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മള് ട്രേഡ് തിയറീസ്, അത് കൊണ്ടുവന്ന ആളുകള്, അത് കൊണ്ടുവന്ന ഇയറുകള് ഓക്കെ. പിന്നെ ഇന്റർനാഷണൽ ട്രേഡിനെ അഫക്ട് ചെയ്യുന്ന ബാരിയേഴ്സ്, താരിഫ്സുകൾ തുടങ്ങിയ കാര്യങ്ങളും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് FDA പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. FDAയും അതുപോലെ തന്നെ FPAയും, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന കോസ്റ്റുകള്, ബെനിഫിറ്റുകള്, ട്രെൻഡുകള്, അതിന്റെ പോളിസീസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് FDA പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും FDA പറ്റി ഒരുപാട് ചോദ്യങ്ങൾ നെറ്റ് എക്സാമിന് ചോദിച്ചും കാണുന്നതാണ്, അതിന്റെ ഓട്ടോമാറ്റിക് റൂട്ടിനെ പറ്റിയിട്ടൊക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം തുടങ്ങിയ കാര്യങ്ങൾ, ആൻഡ് ഓട്ടോമാറ്റിക് മെഷേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ളത്, ഡെലിബറേറ്റ് മെഷേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ എക്കണോമിക് ഇന്റഗ്രേഷൻസ് അല്ലെ, നമ്മുടെ എക്കണോമിക് യൂറോപ്യൻ യൂണിയൻ, കോമൺ മാർക്കറ്റ്, ഫ്രീ ട്രേഡ് ഏരിയ തുടങ്ങിയ എക്കണോമിക് ഇന്റഗ്രേഷൻസ്, ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ, ഈ ഇക്കണോമിക് ഇന്റഗ്രേഷനിൽ തന്നെ വരുന്ന ASEAN, SAARC, NAFTA തുടങ്ങിയ കാര്യങ്ങൾ.
പിന്നെ നമ്മുടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് IMF, വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCTAD. ദെൻ WTO എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ ഗാട്ടിൽ നിന്ന് WTO വരുന്ന കാര്യങ്ങൾ, WTO ഫങ്ഷൻസ്, പല പല WTOയ്ക്ക് തന്നെ പല റൗണ്ട് കോൺഫറൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങള് അവരുടെ പിന്നെ നമ്മുടെ എഗ്രിമെന്റ്, ഗാട്സ്, ട്രിപ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ ഈ പറയുന്ന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് സിലബസിലുള്ളത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇതെങ്ങനെയാ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ മന്ത് 1 3 മന്തുകളാണല്ലോ നമ്മൾ എടുത്തത്. അപ്പൊ മന്ത് 1 വീക്ക് 2 എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അഖില മിസ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ വീക്കിൽ നമ്മൾ ഈ യൂണിറ്റ് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വെച്ച് തന്നെ നിങ്ങൾ ഈ ഒരു 3 മന്ത്സിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ വീക്ക് 1 നിങ്ങൾ യൂണിറ്റ് 1 എടുക്കുമ്പോൾ അതിൽ ഡേ 1 and 2 ആദ്യത്തെ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ് എൻവയോൺമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളും, അതുപോലെ ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ് തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ട്രേഡ് തിയറീസും ഒക്കെ തന്നെ നിങ്ങൾ പഠിക്കുക ആദ്യത്തെ 2 ദിവസം. അങ്ങനെ നമ്മൾ കുറേ ബേസിക് ഏരിയാസ് ഈ 2 ഭാഗങ്ങളിൽ നിന്നും പഠിച്ചു വെക്കുക. അതിനുശേഷം അടുത്ത 3 and 4 എന്ന് പറയുന്ന 2 ദിവസം നമ്മൾ ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള FDA ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി, അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്കണോമിക് ഇന്റഗ്രേഷൻസ് അല്ലെ, നമ്മുടെ ASEAN, EU, യൂറോപ്യൻ യൂണിയൻ, ദെൻ നമ്മുടെ NAFTA തുടങ്ങിയ ഇന്റഗ്രേഷൻസിനെ പറ്റി പഠിക്കുക. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, WTO, IMF, നമ്മുടെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്, അവിടെ വരുന്ന ട്വിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IBRDL അതർവൈസ് നോൺ ആസ് നമ്മുടെ വേൾഡ് ബാങ്കിന്റെ അഫിലിയേറ്റ്സ്, IDA, അതുപോലെ MICA, IFC, ഇവരുടെയൊക്കെ ഇയർ, എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡേ 3 and 4 നിങ്ങൾ കവർ ചെയ്യുക. ഡേ 5 and 6 വരുമ്പോൾ നിങ്ങൾ ഫോറിൻ ട്രേഡ് പോളിസീസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റ്സ്, ഫെമ, ബാരിയേഴ്സ് തുടങ്ങിയ ഒരുപാട് ബാരിയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. കോട്ട എന്താ, ടാരിഫ്സ് എന്താ, അതുപോലെ തന്നെ ഇമ്പോർട്ട് കോട്ട, ദെൻ എംബാർഗോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നമുക്ക് ടാക്സുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഡേ 5 and 6 പഠിക്കുക. അപ്പൊ ഇതിൽ എക്സ്ട്രാ എല്ലാ നമ്മൾ വീക്ക് പറയുമ്പോഴും നമ്മൾ ഡേ 6 വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ഡേ 7 ഉണ്ട്. ആ ഡേ 7 നിങ്ങൾ ഈ പഠിച്ച 6 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഡേ 7 ചെയ്യേണ്ട കാര്യം. ഓക്കെ, റിവൈസ് ചെയ്യുക എന്ന് മാത്രമല്ല, അടുത്ത വീക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക കൂടെ ചെയ്യുക ഡേ 7. എങ്കിൽ നമുക്ക് ഏറ്റവും വളരെ സുഗമമായിട്ട് തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് 1 കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ യൂണിറ്റ് 5 വരുമ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണിത്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണിത്. നമുക്ക് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, മീൻ, മീഡിയൻ, മോഡ് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് പഠിക്കാനുണ്ട്. ഡിസ്പേർഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ സ്ക്യൂനെസ് അല്ലെ, സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ക്യൂനെസ് ഉണ്ട്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ദെൻ കോറിലേഷൻ, റിഗ്രഷൻ, അറിയാലോ കോറിലേഷനും റിഗ്രഷനും, നമ്മുടെ എത്രത്തോളം നമ്മൾ കോറിലേറ്റഡ് ആയിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം അസോസിയേറ്റഡ് ആണ് വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, വാല്യൂസ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. കൂടാതെ തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ, പ്രോബബിലിറ്റിയിലെ തിയറംസ്, ബേസ് തിയറം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെ, മൈനോമിയൽ, പോയിസൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിന്റെയൊക്കെ ഡയഗ്രാംസ്,
ദെൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് പിന്നെ നമ്മൾ റിസർച്ചിലോട്ട് വരുമ്പോൾ റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഏതൊക്കെ തരം ടൈപ്സ് ഓഫ് റിസർച്ചുകളുണ്ട്, ഏതൊക്കെ റിസർച്ച് ഡിസൈനുകളുണ്ട്, ഡേറ്റാസ് എത്ര തരമുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ്, അതിനുശേഷം നമ്മൾ സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, സാമ്പിളിങ്ങിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതായത് പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോബബിലിറ്റിക്കകത്ത് ഏതൊക്കെ വരും, നോൺ പ്രോബബിലിറ്റിക്കകത്ത് ഏതൊക്കെ വരും, ഇതൊക്കെ എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ സെൻട്രൽ ലിമിറ്റ് തിയറം വരും, സ്റ്റാൻഡേർഡ് ഇറർ, പ്രോബബിൾ ഇറർ തുടങ്ങി അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റുകളുണ്ട്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ, കൈ സ്ക്വയർ, ഓക്കെ, യു ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്. ലാസ്റ്റിൽ നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ് കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പം. അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 ചോദ്യങ്ങൾ, 5-6 അല്ല 8 ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മന്ത് 2 ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മന്ത് 1 ഒക്കെ കഴിഞ്ഞു. മന്ത് 1 കഴിഞ്ഞു, നമ്മൾ 4 മൊഡ്യൂളുകൾ ഏകദേശം നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ് അവിടെ പഠിക്കുകയാണ്. അപ്പൊ ഡേ 1 and 2 നമ്മുടെ മെഷേഴ്സ്, സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ, റിഗ്രഷൻ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഒക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിക്കുക. ഫോർമുലാസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചു പോവുക. അതിനുശേഷം ഡേ 3 and 4 വരുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയയും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറംസ് നോക്കുക, പ്രോബ്ലംസ് നോക്കുക. അതിനുശേഷം നമ്മുടെ റിസർച്ചിന്റെ ബേസിക് കോൺസെപ്റ്റ്, ഏതൊക്കെ തരം റിസർച്ച് ഡിസൈനുകളുണ്ട്, സാമ്പിളിംഗ്, എങ്ങനെയാ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെ തരം സാമ്പിളിംഗ് മെത്തേഡുകളുണ്ട് എന്നുള്ളത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് സാമ്പിളിംഗ് ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഡേ 5 and 6 വരും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ, നിങ്ങൾ ചെറിയ ഡയഗ്രാം വേസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചു പോവുക ടെസ്റ്റുകൾ. അതിനോടൊപ്പം നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ് വരുമ്പോൾ ബിബിലോഗ്രഫിക് കാര്യങ്ങൾ, നമ്മുടെ APA MLA പോലുള്ള സ്റ്റൈലുകൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഇപ്പൊ ഡേ 7 നിങ്ങൾക്ക് ഇതൊക്കെ റിവൈസ് ചെയ്യാം, കൂടാതെ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മന്ത് 2 വീക്ക് 1 പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ യൂണിറ്റ് 6 ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലോട്ട് വരികയാണ്. മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടെ നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ഫോമിലോ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ അടുപ്പിച്ച് വട്ടം കറക്കി നമ്മളെ കൊണ്ട് റോങ് ആൻസർ ചെയ്യിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ഈ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മുടെ 2 ടൈപ്പ് ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, ഇതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഡെലിഗേഷൻ എങ്ങനെയാണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, പിന്നെ മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോട്ടിവേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാതെ വർഷങ്ങളില്ല. മോട്ടിവേഷൻ തിയറീസ്, അവരുടെ പ്രപ്പോണൻസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് തിയറീസ്, അതിന്റെ കോൺസെപ്റ്റുകൾ, ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്, ബിസിനസ് എത്തിക്സ്. അതിനുശേഷം നമ്മൾ HRMത്തിലോട്ട് വരികയാണെങ്കിൽ HRMത്തിന്റെ കോൺസെപ്റ്റ്, റോള്, ഫങ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, സക്സഷൻ പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങൾ. അതിനോടൊപ്പം നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഇവാലുവേഷൻ, ഇൻസെന്റീവ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം അതൊക്കെ HRMത്തിൽ വരുന്നതാണ്. നമ്മൾ അതിനകത്ത് വരുമ്പോൾ നമ്മുടെ ജോബ് ഇവാലുവേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ തുടങ്ങിയ ടേമുകളൊക്കെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. പെർഫോമൻസ് അപ്രൈസൽ പല മെത്തേഡുകളുണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ 360 പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. കൂടാതെ കളക്റ്റീവ് ബാർഗൈനിങ്ങും, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, ദെൻ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റി തിയറീസും കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്,
കോൺഫ്ലിക്ട് നെഗോസിയേഷൻ, ട്രസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ ടേമുകൾ എന്തൊക്കെയാണെന്ന് ഓർക്കുക. ദെൻ ഓർഗനൈസേഷണൽ കൾച്ചർ, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ അതിന്റെ കോൺസെപ്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിലബസിനകത്ത്, ഈ ഒരു യൂണിറ്റിനകത്ത് ഉള്ളത്. അപ്പൊ ഇത് നമ്മുടെ മന്ത് 2 വീക്ക് 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൊഡ്യൂള് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, മന്ത് 2 തീരാറാകുമ്പോഴാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അതിന്റെ കൂടെ വരുന്നതാണ് ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 1 and 2 പഠിക്കുകയാണ്. അടുത്ത കഴിഞ്ഞ് നമ്മൾ ഡേ 3 and 4 വരുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് തിയറീസ് നോക്കിയാണ്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്, ബിസിനസ് എത്തിക്സ്, കൂടാതെ പേഴ്സണാലിറ്റി തിയറീസ്, ഓർഗനൈസേഷൻ കൾച്ചർ തുടങ്ങിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡേ 3 and 4 നോക്കുന്നത്. ദെൻ നമ്മൾ ഡേ 5 and 6 വരുമ്പോൾ HRM എന്ന് പറയുന്ന ആ ഒരു വലിയ ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ കോൺസെപ്റ്റ്, അവിടെ വരുന്ന പെർഫോമൻസ് അപ്രൈസൽ, അതായത് 360 ഡിഗ്രി, അതായത് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ്, കളക്റ്റീവ് ബാർഗൈനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 5 and 6 നോക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഡേ 7 ആവുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, റിവൈസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അടുത്തതായിട്ട് നമ്മുടെ യൂണിറ്റ് 8 ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. പക്ഷെ നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് പറഞ്ഞതുപോലെ നമ്മുടെ പലപ്പോഴും സിറ്റുവേഷണൽ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് നമ്മുടെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്ന് നമ്മുടെ എക്സാമിനേഴ്സ് നമ്മുടെ ആ ഒരു മാർക്കിനെ നഷ്ടപ്പെടുത്താനായിട്ട് ചാൻസ് കൂടുതൽ ഉള്ള ഒരു യൂണിറ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റുകൾ, അപ്രോച്ചുകൾ, ഒരുപാട് അപ്രോച്ചുകൾ ഇല്ലേ, പ്രൊഡക്ഷൻ അപ്രോച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ കോൺസെപ്റ്റുകളുണ്ട്. മാർക്കറ്റിംഗ് ചാനല്, മാർക്കറ്റിംഗ് മിക്സ്, സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ്, പ്ലാനിങ്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്, അത് ഒരുപാട് ഏരിയ നമുക്ക് അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റിലോട്ട് വരുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് ലൈൻ, പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അങ്ങനെ പ്രോഡക്റ്റിന്റെ ഏരിയ കുറെ ഉണ്ട്. ദെൻ പ്രൈസിങ്ങിന്റെ ഏരിയ, പ്രൈസിങ് പോളിസീസും കാര്യങ്ങളും ഉണ്ട്. പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ നമ്മൾ പ്രൊമോഷൻ, ഓരോ പി ആയിട്ട് നമ്മൾ വരികയാണ്, പ്രോഡക്റ്റ്, പ്രൈസിങ്, ദെൻ പ്രൊമോഷൻ വരുമ്പോൾ നമുക്ക് അഡ്വർടൈസിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും കാര്യങ്ങളും. ദെൻ കൺസ്യൂമർ ബിഹേവിയർ, ഈ കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സ് മിക്ക തവണയും നമ്മുടെ മാർക്കറ്റിംഗിൽ നമുക്ക് ഈ ഒരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മിക്കവാറും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ കൺസ്യൂമേഴ്സിന്റെ ആ ഒരു പർച്ചേസിങ് പ്രോസസ് ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ വളരെയധികം തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ സർവീസ് മാർക്കറ്റിംഗ്, അതിന്റെ ഒപ്പം നമ്മുടെ മാർക്കറ്റിംഗിന്റെ പല പല ട്രെൻഡുകൾ, എപ്പോഴും ഒരുപാട് ട്രെൻഡുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വായിക്കുക. ദെൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മന്ത് 3 നമ്മുടെ ലാസ്റ്റ് മന്തിലെ ഫസ്റ്റ് വീക്കാണ്. അപ്പൊ നമ്മൾ ഡേ 1 and 2 മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ്, പ്രോഡക്റ്റിന്റെ കോൺസെപ്റ്റ്, പ്രൈസിങ്, ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്ത പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസ്യൂമർ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, 3 and 4 പഠിക്കുക. അപ്പൊ ആ 2 ദിവസം കൊണ്ട് നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് പഠിക്കും. അതിനുശേഷം ഡേ 5 and 6 സർവീസ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും പുതുതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ട്രെൻഡിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡേ 5 and 6 പഠിക്കുക. ഓക്കെ, ഡേ 7 നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 10, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്.
ഇപ്പൊ ഇൻകം ടാക്സ് പലരും ഒഴിവാക്കുന്ന ഒരു ഏരിയ ആണ്. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് പ്രോബ്ലം പേപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് പലരും എന്താണ് ഒഴിവാക്കുന്ന ഒരു യൂണിറ്റ് കൂടെയാണ് നമ്മുടെ ഇൻകം ടാക്സ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് രണ്ടിനകത്ത് നമുക്ക് വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻകം ടാക്സിൽ വരികയാണെങ്കിൽ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ, റെസിഡൻഷ്യൽ ടാക്സ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ്, എക്സെപ്റ്റഡ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം, പിന്നെ ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, ദെൻ 80C to 80U വരെയുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഡിഡക്ഷൻസ്, പിന്നെ ഇൻഡിവിജ്വൽസിന്റെ അസസ്മെന്റ്, കൂടാതെ ക്ലബിംഗ് ഓഫ് ഇൻകം. ഇത്ര നമുക്ക് ഇൻകം ടാക്സ് വൈഡായിട്ട് പഠിക്കാനുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ ടാക്സേഷൻ, ഡബിൾ ടാക്സേഷനും അതിന്റെ അവോയ്ഡൻസ് മെക്കാനിസം, ദെൻ ട്രാൻസ്ഫർ പ്രൈസിങ്. ദെൻ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുമ്പം അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷനും അല്ലെ, അതുപോലെ ടാക്സ് മാനേജ്മെന്റും ടാക്സ് പ്ലാനിങ് ഒക്കെ അതിന്റെ കൂടെ വരുന്നതാ. ദെൻ നമ്മുടെ ടെക്നിക്സ്, അതുപോലെ തന്നെ മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഓൺ ഓർ ലീസ്, ഇതിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, റിന്യൂവൽ ഓർ റീപ്ലേസ്മെന്റ്, ദെൻ അതുപോലെ ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ, ഇത് പിന്നെ നമ്മുടെ TDS, TCS, ദെൻ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇ ഫയലിംഗ് ചെയ്യുന്നത് എങ്ങനെയാ, അതിന്റെ സ്റ്റെപ്സ്, കാര്യങ്ങൾ, ഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻകം ടാക്സിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മന്ത് 3 തൊട്ട് മുന്നേ ഉള്ള, നമ്മുടെ മന്ത് തീരാറാകുന്ന തൊട്ട് മുന്നേ ഉള്ള വീക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് അങ്ങ് പഠിച്ചു കളയാം അല്ലെ. അപ്പൊ Day 1 and 2 ഇൻകം ടാക്സ് വൈഡ് ആയിട്ട് അങ്ങ് പഠിക്കാൻ, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ 5 ഹെഡ്സ് ഓഫ് ഇൻകം, അതിന്റെ കാൽക്കുലേഷൻസ്, ഡിഡക്ഷൻസ്, ക്ലബിങ് എല്ലാം എന്ത് ചെയ്യുക, 1 and 2 നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യുക. ദെൻ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, Day 3 and 4 നോക്കുക. ദെൻ Day 5 and 6 നമ്മൾ TDS, TCS, അഡ്വാൻസ് പേയ്മെന്റ്, ഇ ഫയലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. ഇ ഫയലിംഗ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നത്, അതുപോലെ TDS, TCS ആ പെർസെന്റേജ് കണക്കുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. അപ്പം അതും Day 5 and 6 നോക്കുക. ഇൻകം ടാക്സിന്റെ ഹെഡ് ഓഫ് ഇൻകത്തിന്റെ ഒക്കെ കാൽക്കുലേഷൻസ് നോക്കുക. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. അതിൽ നമ്മുടെ എന്റർടൈൻമെന്റ് അലവൻസ്, നമ്മുടെ HRA കാൽക്കുലേഷൻസ്, ഇതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ Day നമുക്ക് 7 നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ മന്ത് 3 വീക്ക് 3 നമ്മൾ അങ്ങനെ ടാക്സ് ഒന്ന് കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 യൂണിറ്റുകളുടെയും 2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഓരോ സബ്ജക്റ്റിന്റെയും ഗോളുകൾ, ഓരോ സബ്ജക്റ്റിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഗോളുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്ന് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റും അതുപോലെ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM പഠിക്കുമ്പോൾ നമ്മുടെ ഗോൾ എന്തായിരിക്കണം എന്ന് പറയുന്നത്, അവിടെ വരുന്ന പുതിയ പുതിയ ടേമുകൾ കണ്ടുപിടിക്കുക, എക്സ്പ്ലോർ ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് എപ്പോഴും നെറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും പുതിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പുതിയ ടേമുകളും ട്രെൻഡുകളും മനസ്സിലാക്കുക. അതിന് നമ്മുടെ വായനകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പൊ ആ ഒരു ടേമുകളും ട്രെൻഡുകളും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതെനിക്ക് ഒരു നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു വഴിയാണത്. രണ്ടാമതായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഇയറുകള്, അതുപോലെ ഇൻകം ടാക്സിലെ സെക്ഷൻസ്, അതുപോലെ ഫുൾ ഫോമുകൾ, നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോമുകൾ, അപ്പൊ ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതും നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ ഒക്കെ എപ്പോഴും മാച്ച് ചെയ്യാൻ ചോദിക്കുന്നതാ. അതുപോലെ നമ്മുടെ ഇൻകം ടാക്സിലെ സെക്ഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ 2 സബ്ജക്ട് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ച് ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ദെൻ ബിസിനസ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വരുമ്പോൾ ടെസ്റ്റുകൾ ഓർക്കുക. പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെ, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അത് ഏത് കണ്ടീഷനിലാണ് ഏത് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആസ് എ ഡയഗ്രാം അല്ലെങ്കിൽ ആസ് എ മൈൻഡ് മാപ്പ് നിങ്ങൾ അത് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ആവട്ടെ, നമ്മുടെ ഡിസ്പേർഷന്റെ മെഷേഴ്സ് ആവട്ടെ, ആ ഫോർമുലാസ് നിങ്ങൾ ചെറിയ നോട്ടുകൾ ഫോം ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മള് നമ്മുടെ
സ്റ്റഡി ടെക്നിക്കിലോട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മളെല്ലാ പഠനവും ഇപ്പം പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പഠനം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്താ ചെയ്യുന്നേ? റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഒരു വീക്കേ നമ്മുടെ മുന്നിലുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ ഈ 10 യൂണിറ്റുകൾ നമുക്ക് റിവൈസ് ചെയ്യണം. നമുക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മോക്ക് ടെസ്റ്റുകളാണല്ലേ. പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കൂടുതൽ, നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്ത ടെസ്റ്റുകൾ തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിയ ഉത്തരങ്ങൾ ശരിയാക്കാനായിട്ട് പറ്റും. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മുടെ വീക്ക് ഏരിയാസ് നമുക്ക് മാക്സിമം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ വീക്ക് ഏരിയാസ് നമുക്ക് ഒന്നുകൂടെ സമയം കിട്ടുന്നെങ്കിൽ പഠിക്കാനായിട്ട് ഉള്ളൊരു സ്കോപ്പ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രൊമോഡോ ടെക്നിക്ക് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പൊ ഓരോ ദിവസവും നമ്മൾ ഈ ഡേ 1 and 2 എന്ത് പഠിക്കണ്ടേ, 3 and 4 എന്ത് പഠിക്കും നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഒരു 10-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് പഠിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ എടുക്കുക. ഗ്യാപ്പുകൾ എടുത്തിട്ട് വീണ്ടും റിഫ്രഷ് ചെയ്ത് വീണ്ടും പഠിക്കുക. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ ഡേ 1 and 2 നമ്മൾ മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റുകൾ, പ്രൈസിങ് ഒക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റുകളുടെ ആദ്യത്തെ 5 കോൺസെപ്റ്റ് ഞാൻ 25 മിനിറ്റിൽ പഠിക്കും എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് ആ കോൺസെപ്റ്റ് പഠിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കാനിരിക്കുക. അങ്ങനെ നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റീകോൾ ചെയ്യാം. നമ്മൾ 25 മിനിറ്റ് എടുത്ത് ബ്രേക്ക് എടുത്തു പഠിച്ചു, അങ്ങനെ ഒരു 3-4 തവണകളാകുമ്പോൾ നമുക്ക് ആദ്യം പഠിച്ചതൊക്കെ നമുക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ റീകോൾ ചെയ്യുന്ന സാധനം നമുക്കൊരു മാപ്പ് ഫോമിൽ എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പിംഗ് ഫോമിൽ നമുക്കതൊന്ന് ഒന്ന് ഗ്രാഫ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നമുക്ക് വരച്ചു വെക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വീണ്ടും 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 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ടെക്നിക്കുകളാണ്. അപ്പൊ ഓൾറെഡി നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ വീക്കുകളിൽ നമുക്ക് 2-3 ദിവസം എടുത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അത് ഫുൾ ലെങ്ത് തന്നെ, അല്ലെങ്കിൽ പകുതി അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അറിയില്ല ബാക്കിയെന്നും പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്യരുത്. ഫുൾ ലെങ്തിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എങ്കിലും നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നീടുള്ള ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കാണുമല്ലോ. ആ ഐഡിയാസ് വീണ്ടും റിവൈസ് ചെയ്യാൻ നോക്കുക. കൂടാതെ തന്നെ തെറ്റിയ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ആ തെറ്റിയ ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ശരി ഉത്തരങ്ങളും ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് തന്നെ MCQs നമുക്ക് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ വീക്ക് ഏരിയാസിൽ നിന്നും ഫ്രെയിം ചെയ്യുക. ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് തന്നെ അത് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു അനലൈസ് നമുക്ക് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്കിലൂടെ നമുക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റഡി ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നായിരിക്കും. നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചലഞ്ചസ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും നമ്മുടെ മുന്നിലോട്ട് വരും. നമ്മളിപ്പോ ഒരു സ്റ്റഡി ജേർണിയിലോട്ട് കയറുമ്പോൾ നമ്മളിപ്പോ എന്ത് ആവട്ടെ, എന്തെങ്കിലും പഠിക്കാനാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴാവട്ടെ, നമ്മൾ ആ ഒരു ജേർണിക്കകത്ത് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു എന്ത് കാര്യത്തിനായാലും നമുക്കുണ്ടാകുന്ന ആ ഒരു ചലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഗോൾ ആദ്യമേ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇൻ സ്റ്റഡീസ് ആണെങ്കിൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യേണ്ടേ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിൽ നമുക്ക് പ്രൊമോഡോ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന പോലെ ആ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗോളുകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണം. ഇന്ന 2 ദിവസത്തെ ഗോള് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാനാണ്. അത് നമ്മുടെ ഗോളാണ്. നമ്മുടെ ആ വലിയ ഗോളിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു ചെറിയ ഗോളാണിത്. അങ്ങനെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുക. അതായത് നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവാർഡ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞു, നമ്മൾ മോക്ക് ടെസ്റ്റ് അച്ചീവ് ചെയ്തു, ഇത്ര കറക്റ്റ് ആയി. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, അത്രയും കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു
വിശ്വാസം, നമ്മൾ തന്നെ നമ്മളവിടെ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ പഠനത്തിനകത്തുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജം നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനെക്കാട്ടി നമ്മുടെ ഒരേ ഗോളിലുള്ള ഒന്നോ രണ്ടോ പേര് കൂടെ നമ്മുടെ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിൽ അതും വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. നമുക്കത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ പല ടെലഗ്രാം ഗ്രൂപ്പുകളും ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന. അങ്ങനെ ഒരു നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് കണക്ട് ആവാം. സോ അങ്ങനെ നമ്മളിപ്പോ ഫ്രണ്ട്സുമായിട്ട് ഫാമിലീസുമായിട്ട് നിങ്ങളുടെ ഗോൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 3 മാസത്തേക്ക് നിങ്ങളുടെ ഒരു ഗോള് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണക്കിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. ഓക്കെ. So anyway, thank you for all the aspirants for the listening the class. അപ്പൊ നമ്മുടെ ടോസ് അക്കാഡമിയുടെ വക നമുക്കൊരു 3 months നമ്മൾ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ളൊരു സെക്ഷൻ ആയിരുന്നു ഇന്നത്തേത്. അപ്പൊ ക്ലാസ് കേട്ടു, എല്ലാവരും ക്ഷമയോടുകൂടി ഇരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.